ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ വളരെ ഹൈപ്പും അതുപോലെ വളരെ ഒരു ഡിഫറൻ്റ് ആയുള്ള ഡിസൈൻ പാറ്റേൺ കൊണ്ടുവന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡായിരുന്നു നത്തിങ് എന്ന് പറയുന്ന മോഡൽ. അവരുടെ നത്തിങ് ഫോൺ 1 കഴിഞ്ഞ വർഷമാണ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒരു നെക്സ്റ്റ് മോഡൽ വരാൻ പോകുന്നത് അതായത് നത്തിങ് ഫോൺ 2 എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ നമ്മുടെ സൈഡിൽ നിന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞായിരുന്നു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വീഡിയോ ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം പറയുകയാണെങ്കിൽ ഈ ഒരു നത്തിങ് ഫോൺ 2 എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം ജൂലൈ 12 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫസ്റ്റ് മോഡൽ ഉണ്ടല്ലോ നത്തിങ് ഫോൺ 1 എന്ന് പറയുന്ന മോഡൽ, അത് ജൂലൈ 12 ആയിരുന്നു ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർഷമായല്ലോ ഇപ്പോൾ ആ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ട്. അപ്പം ആ ഒരു ഡേറ്റിനെ ബേസ് ചെയ്തായിരിക്കും ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ചിലപ്പം ആ ഒരു ഡേറ്റേ ആവാൻ ചാൻസ് ഉണ്ടാവില്ലായിരിക്കും. ജസ്റ്റ് എൻ്റെ ഒരു ഇത് പറഞ്ഞെന്നുള്ളൂ. ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസൈൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന വീഡിയോസോ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിൽ കണ്ട പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ, അതൊന്നും നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവർ റിവീൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലീക്ക് ആയിരിക്കുന്ന ഫോട്ടോസോ വീഡിയോസോ അല്ല. ഫാൻ മെയ്ഡായുള്ള ഒരു വീഡിയോസും ഫോട്ടോസുമാണ് നിങ്ങളിപ്പം സോഷ്യൽ മീഡിയാസിൽ അല്ലെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്നതാണെങ്കിൽ കൂടി അത് ഫാൻ മെയ്ഡായുള്ള ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഊഹം മാത്രമാണ് പറയുന്നത്. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇതുവരെ യാതൊരു ലീക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു അലേർട്ട് തരാൻ വേണ്ടി മാത്രം അവർ ജസ്റ്റ് ഒരു ഫോട്ടോസും കാര്യങ്ങളും പുറത്തുവിട്ടുണ്ടായിരുന്നു, നത്തിങ് പുറത്തുവിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഒരു ഡീറ്റെയിൽസ് ഇതുവരെ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ തന്നെ കാൽപ്പ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ബാക്കി നിങ്ങൾ പോസ്റ്റേഴ്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫാൻ മെയ്ഡായുള്ള ജസ്റ്റ് പോസ്റ്റേഴ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ വരാൻ പോവുക, ചിലപ്പോൾ അല്ലായിരിക്കും. ഓക്കെ, അപ്പം അത്രയും മാത്രം നിങ്ങളിപ്പോൾ അറിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പല ആൾക്കാരുടെ ഡിസൈൻ ഐഡിയാസും കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറയാം. അതായത് നമ്മുടെ 14 സീരീസ് ഉണ്ടല്ലോ, ഐഫോൺ 14 സീരീസ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആയിരിക്കും ഇതിലേക്ക് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത് കോപ്പി ആയിരിക്കും എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒരു ഇൻസ്പയർ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു നത്തിങ് ഫോൺ 2 കാണാൻ പറ്റും. ചിലപ്പോൾ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ചിലപ്പം ഡ്യുവൽ ക്യാമറ സിസ്റ്റം ആയിരിക്കും, പറയാൻ പറ്റില്ല. കാൽപ്പയാണ്, എനിക്ക് തോന്നുന്നില്ല. ഇത് പ്രീമിയം സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പം ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ക്യാമറ സിസ്റ്റം വരാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നിരത്തി പിടിച്ചിട്ടുള്ള രീതിയിൽ അവരിങ്ങനെ ഒരു ക്യാമറ സിസ്റ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ഇതുപോലെ ആവാനും ചാൻസ് ഇല്ല. അതായത് ഇപ്പോൾ കാണുന്ന ഈ ഒരു 3 ക്യാമറ വെച്ചേക്കണ പോലെ ആവാനും ചാൻസ് ഇല്ല. വേറെ എന്തെങ്കിലും ഡിസൈൻ പാറ്റേൺ ആയിരിക്കും കാൽപ്പ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്ത് വെച്ചേക്കണേ എന്നുള്ളത് ആ ഒരു ഫോൺ റിവീലായാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കളർ തീം നോക്കുവാണെങ്കിൽ നമുക്കിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടുന്നതായിരിക്കും. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു മോഡലിൽ നിന്നല്ല, ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മോഡലുണ്ടാവും, വൈറ്റ് എന്ന് പറയുന്ന വേറൊരു മോഡലുണ്ടാവും. നത്തിങ്ങിൻ്റെ ഒരു തീമാണത്. അപ്പം അവരത് മാറ്റാൻ പോകില്ല. അപ്പം ആ ഒരു 2 കളർ തീം കിട്ടുന്നതായിരിക്കും. നമ്മുടെ കഴിഞ്ഞ മോഡലിൽ ക്യാമറ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഇൻഡിക്കേഷൻ നമ്മുടെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു പോർഷൻ മാത്രമാണ് നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവർ റിവീൽ ചെയ്തിട്ടുള്ളൂ. അതായത് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു എഡ്ജിലേക്ക് ആക്കിയിട്ട് ഒരു ലൈൻ പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ, അതായത് വീഡിയോ റെക്കോർഡിംഗ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട്. അത് മാത്രമാണ് നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവർ പുറത്തുവിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ പഴയ മോഡലിനെക്കാളും ഒരു ലാർജ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോണാണ്, അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ 120 റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, HDR10+ കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഡോൾബി വിഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന ചിപ്സെറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ 8 സീരീസിലെ ഒരു മോഡലായിരിക്കും വരാൻ പോകുന്നത്. ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ മാക്സിമം ഒരു നല്ലൊരു ചിപ്സെറ്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഊഹം പറയുകയാണെങ്കിൽ ഇതൊരു പ്രീമിയം സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 50,000 രൂപ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഏതെങ്കിലും വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 8 Gen 2 ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം വെച്ചാൽ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവലായുള്ള അല്ലെങ്കിൽ പ്രീമിയം ലെവലായുള്ള സ്മാർട്ട് ഫോണുകളിൽ ഈ ഒരു 8 Gen 2 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു 8 Gen 2 ആയിരിക്കും ഈ ഒരു മോഡലും വരാൻ പോകുന്നത്. ഹൈ ലെവലായുള്ള റാം വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് 12 GB റാമും 256 GB സ്റ്റോറേജ് വേരിയൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. എന്ത് തന്നെയാലും നമുക്ക് ഹൈ ലെവലായുള്ള സ്റ്റോറേജും കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അതുപോലെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു. ഈ ഒരു മോഡലിൽ നമുക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറയുന്ന ക്യാമറയാണ്. നിങ്ങൾ റെൻഡർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് ഫാൻ മെയ്ഡ് റെൻഡർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും എന്നുള്ളത് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ചിലപ്പം ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും, ചിലപ്പം ഡ്യുവൽ ക്യാമറ സിസ്റ്റം ആയിരിക്കും. എന്ത് തന്നെയായാലും 50 MP OIS സപ്പോർട്ട് ആവുന്ന ഒരു ക്യാമറ സിസ്റ്റം ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അതുപോലെ 4K 60 FPS മാക്സിമം തരേണ്ടതാണ്.
ചിലപ്പം 60 FPS കാണും, ചിലപ്പം 30 FPS ആയിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ചിലപ്പം 60 FPS ഉണ്ടാവും, ചാൻസ് ഉണ്ടാവും. മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ കാൽപ്പാൻ നോക്കുമായിരിക്കും. ഓക്കെ, അതുപോലെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 പിന്നെ അവരുടെ ലേറ്റസ്റ്റ് ആയുള്ള UIയും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 2 ഡിസൈനിൽ ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെയാണോ അതോ രണ്ടാമത്തെയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്താണ് ഇമ്പ്രൂവ് ആയിട്ട് കാണാൻ താല്പര്യമുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നത്തിങ് ഫോൺ 1നെക്കാളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് എന്താണ് കാണാൻ താല്പര്യമുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതിൽ എല്ലാവർക്കും ഗുഡ് ബൈ.